എല്ലാവർക്കും നമസ്കാരം. വളരെ വിശിഷ്ടമായ ഗോപാഷ്ടമി ദിനത്തിൽ പാലക്കാട് ചിറ്റൂരിൽ ദാമോദര ആരതിക്കായിട്ട് എത്തിയിരിക്കുകയാണ്. വൃന്ദാവനത്തിലെ അത്ഭുതങ്ങൾ എത്ര പറഞ്ഞിട്ടും തീരുന്നില്ല. അതുകൊണ്ട് തന്നെ വൃന്ദാവന തീർത്ഥയാത്രയിലുണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും ഇപ്പോഴും കണ്ണൻ്റെയും രാധാറാണിയുടെയും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ചിറ്റൂരിലെത്തി ഗിരിജമാതാജിയുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. ചിറ്റൂരിൽ അവർ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ വണ്ടിയിൽ അങ്ങോട്ട് പോയി പിന്നെ ഒരുമിച്ച് സുനിത മാതാജിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ട്രെയിനിലിരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചു നമ്മൾ ഇനി എന്ന് കാണും എന്നൊക്കെ. പക്ഷെ അധികം താമസിയാതെ തന്നെ കണ്ണൻ ഞങ്ങളിൽ പലരെയും വീണ്ടും കൂട്ടി യോജിപ്പിച്ചു. വൃന്ദാവനത്തിൽ കുറച്ചു ദിവസമെങ്കിലും ഒരുമിച്ച് എല്ലാവർക്കും ജീവിക്കാൻ സാധിച്ചു. കണ്ണൻ്റെയും രാധാറാണിയുടെയും വൃന്ദാവനത്തിൽ ഒരുമിച്ച് താമസിക്കാൻ ഭാഗ്യമുണ്ടായവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ പരസ്പരം ആകർഷിക്കപ്പെടുന്ന എന്തൊക്കെയോ പ്രത്യേകതകൾ തമ്മിലുണ്ടെന്ന് അന്നേരം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴും അത് തന്നെ നമ്മൾ ഇനി എന്ന് കാണും എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അധികം വൈകാതെ ഭഗവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദാമോദര മാസത്തിൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ ആരതി ചെയ്യുന്നുണ്ട്. എങ്കിലും കൂട്ടത്തോടെ ഒരുമിച്ചിരുന്നൊരു ഓരോ വീടുകളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത വേറെ തന്നെയാണ്. വൃന്ദാവനത്തിലിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളൊക്കെ പരിശുദ്ധമാവുകയാണ്. യാതൊരു വ്യാകുല ചിന്തകളും ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ മാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാധാറാണിയുടെയും കണ്ണൻ്റെയും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെ നമുക്ക് ഇവിടെയും തുടരാൻ സാധിക്കുന്നുണ്ട്. ആരതിയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അല്ലാത്തവർ നമ്മളെ വിളിച്ചിരുന്നു, ഞങ്ങളും കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതേപോലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. വൃന്ദാവനം എന്ന പുണ്യ സ്ഥലത്തിരുന്ന് ഭഗവത് കഥകൾ ഒരുപാട് കേൾക്കാൻ സാധിച്ചു. ഇപ്പോഴും പ്രഭു പറയുന്ന ഓരോ കഥകളും അത് കേൾക്കുന്നത് പരമപുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. भक्तिधाचौ कृतौ च भक्तिं स मे प्रियच्छ नमो शीघ्रहो मे श्री दामोदरेहा
कर्पूरदीपिकाम्ने हृदयोदराय विश्वासदाम्ने आय देवाय तुभ्यं नमो राधिकाय प्रियाय नमो नन्दलीलाय देवाय तुभ्यं